ആയിരിക്കും ഇന്ന് ഷോർട്ട് സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നേരം സിറ്റി കയറാം, കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങും. അയ്യോ എന്താ മുടി ഇങ്ങനെ പാറി കളിച്ചന. ഒരു ഷൗട്ട് ഔട്ടാ ആർക്ക്? നെയ്മറിനാ. നെയ്മറിന് ഷൗട്ട് ഔട്ടല്ല, ഒരു ചവിട്ട്. ബ്രസീലിന്റെ കളി ഇല്ലേ ഇന്ന്? ബ്രസീലിന്റെ കളി കഴിഞ്ഞോ ഗൈസ്? ബാർബർ ബ്ലക്കിന്നാ എടാ. ഞാൻ നല്ല ലുക്കാലേ വന്ന് എന്താ അറിയില്ല. ഞാൻ കല്യാണമൊക്കെ ആവാനായപ്പോഴേ ക്രീമും അണ്ടിയൊന്നും അല്ല, എന്നാലും കുറച്ച് ചുരുക്കായി പോയി. എടാ സർപ്രൈസ് ഇന്ന് തരണം നേരി. സർപ്രൈസ് ഒന്നുമില്ല ഗൈസ്, ചുമ്മാ ഒരു സിനിമാറ്റിക്സ് റീലാ. അത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ, നമ്മളെ റേസ് ജ്യൂസിൻ്റെ ഒഫീഷ്യൽ പേജിൽ ഒരു അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ടൈം കിട്ടിയില്ല. ഇന്ന് അതിൻ്റെ ബാക്കിലൊന്നുമല്ല. ഞാനിന്ന് പുതിയ നമ്മളെ പിള്ളേർക്ക് പീസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് അതിൻ്റെ ഷോപ്പിലും കാര്യങ്ങളൊക്കെ പോയി ഡീൽ ആയതാണ്. അപ്പം എനിക്ക് അതിന്മേ ഇരിക്കാൻ നേരം കിട്ടിയില്ല. നാളെ എന്തായാലും അത് വരും. ജസ്റ്റ് അത് അങ്ങനെ വലിയൊരു ഇതൊന്നും അല്ല, ജസ്റ്റ് ഒരു കോണ്ടന്റ്. നാളെ വരും. ഇന്ന് ഇടാൻ പറ്റിയില്ല, സോറി ഗൈസ്. ഓൾഡ് ഇറ്റാലിയൻ ബ്ലക്കലോ അതെന്താടാ അങ്ങനെ? ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ് കിട്ടി ഗൈസ്. ഡിസപ്പോയിൻമെന്റാ. എന്തിനാടാ നിങ്ങൾ ഇതിനൊക്കെ ഒരു ദിവസത്തിന് ഒരു ദിവസമല്ലേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. നമ്മൾ ഒരു ദിവസത്തിനൊക്കെ ഇങ്ങനെ ഡിസപ്പോയിന്റ് ആവണെന്താ? കച്ചി പുറത്ത് ഇഷ്യൂ ആണല്ലോ എന്നോ? ആർക്ക്? ലോയൽറ്റി പോയിന്റ് ഒക്കെ ഉണ്ടല്ലോ എല്ലാവരും. ഈ രാവിലെ നമ്മൾ ഈ സമയത്ത് ഈ 9 മണി 8 മണി സമയത്ത് നമ്മളെ പ്ലേയേഴ്സ് ഇപ്പോൾ ആക്റ്റീവ് ആവല് കുറവാണ്. പക്ഷെ അവന്മാരൊക്കെ രാവിലെ ഇരിക്കുന്നുണ്ട്. അതാണ് നമുക്ക് അറിയാത്തോണ്ടാ. അത് നിങ്ങൾ കുറേ ആൾക്കാർ ശ്രദ്ധിക്കാത്തോണ്ടോ? കുറേ പേരുണ്ടാവുന്നുണ്ട് രാവിലെ. 1 day is equal to 1 week. ചുമ്മാ എന്നെ അളക്കല് ഗൈസ്. നാളെ എന്തായാലും വരും. ട്രസ്റ്റ് മീ ബ്രോ, നാളെ വരുത്തും ഞാൻ. വാട്ട് അബൌട്ട് റിക്രൂട്ട്മെന്റ് ഒക്കെ അതിൻ്റെ വഴിക്ക് നോക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് നോക്കാം. ഗ്യാങ് ഫോം ആവട്ടെ. ഫോം ആയിട്ടൊക്കെ അല്ലേ നമുക്ക് റിക്രൂട്ട്മെന്റ്. അല്ലു അർജുന അലിക്കച്ചി. ഞാൻ അങ്ങനെയാണ്. ഞാൻ ഈ സൈഡ് നോക്കുമ്പോൾ കേട്ടോ, ഞാൻ ഈ സൈഡ് നോക്കുമ്പോൾ കൃത്യ ക്രോസിനേക്കാൾ ഈ സൈഡിൽ നിന്ന് അല്ലു അർജുൻ കണ്ടോ. ഫ്രണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനോ. അതാണ് ഒരു മിക്സഡ് വേർഷൻ ഓഫ്, മനസ്സിലായി? അതാണ് ഞാൻ. നിങ്ങൾക്ക് അത് അങ്ങനെ ഇതാവൂല. ടാക്കോയി വന്ന് പോസ് ചെയ്യുന്നത് എവിടെ? ആഫി ഇന്നലെ ആൾക്കാരുടെ ഇടയിൽ വല്ല നാണം കെടുത്തിട്ടാ പോയത്. അതിനുള്ളത് ഞാൻ തെന്നിരിക്കും ഗൈസ്. നാളെ ചിലപ്പോ ക്രോസ് ബ്രീഡാ നാറികളെ. ഞാൻ ചുമ്മാ പറഞ്ഞാണ്, വെറുതെ ഫണ്ണാക്കാൻ പറഞ്ഞാണ്. വെറുതെ ഞാൻ അതൊന്നും ഇതാക്കാൻ നിൽക്കല്, കട്ടിറക്കാൻ നിൽക്കല്. മറ്റേ നാളെ ഷോർട്ട് സ്ട്രീം ഒന്നുമില്ല ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് കുറേ പണിയുണ്ട്. ഗ്യാങ് ഹൗസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി പോയതായിരുന്നു. ഒരു മിനിറ്റ്, ഇതെന്താ ഈ യൂട്ടോറിന്റെ ഒക്കെ ഇതിലോണാക്കി കിടക്കണേ? ഗ്യാങ് ഹൗസിന്റെ ഒരു കൺസെപ്റ്റ് ഐഡിയാസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് മീറ്റിംഗ് ഉണ്ട്. പിന്നെ പെർമനന്റ് ഗ്യാങ് വെഹിക്കിളിന്റെ സാധനം റെഡിയാക്കാൻ വേണ്ടിയിട്ടും ഇരിക്കാനുണ്ട്. അതിനൊക്കെ എനിക്ക് ഇരിക്കാൻ നേരം കിട്ടിയിട്ടില്ല. അപ്പം ഇന്നൊന്ന് പെട്ടെന്ന് നിർത്തിയിട്ട് ഇന്ന് സ്ട്രീം കഴിഞ്ഞിട്ട് അയിമൊക്കെ ഒന്ന് ഇരിക്കണം. നമ്മളെന്തായാലും ഗ്യാങ് ഫോം ആവണ 1-2 ദിവസം കൊണ്ടൊക്കെ നമ്മൾ ടെമ്പററി ഗ്യാങ് വെഹിക്കിളും ഒരു ടെമ്പററി ഗ്യാങ് ഹൗസും കറൻ്റ് നമ്മൾ സെറ്റ് ചെയ്യും. കാരണം നമ്മളെ വലിയ ഗ്യാങ് ഹൗസും പിന്നെ അതേപോലെ നമുക്ക് പെർമനൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഗ്യാങ് വണ്ടിയൊക്കെ വരുമ്പോഴത്തിന് അതിന് ടൈം എടുക്കും. അപ്പം അത്ര ടൈം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെല്ലാം ഒരു ടെമ്പററി സാധനങ്ങൾ നമ്മളെല്ലാം ചെയ്യും. മേ ബി ഗ്യാങ് ഡ്രസ് ആണെന്നുണ്ടെങ്കിലും ഒരു ടെമ്പററി ഗ്യാങ് ഡ്രസ് ആയിരിക്കും ഇറക്കുക. മേ ബി ഒരു OP ഗ്യാങ് ഡ്രസ് നിങ്ങൾ ആരും ചിലപ്പം ഇതിലേതും നിങ്ങൾ ഒരു OP ആയിട്ട് നിങ്ങൾ കണക്കൂട്ടണ്ട. സുൽത്താൻ തന്നെ തിരിച്ചിറക്കണമെന്നുണ്ട്. എനിക്ക് ആ മറ്റേ വണ്ടി ഇറക്കണം നല്ല ആഗ്രഹം ഉണ്ടടാ. മാരിൻ്റെ പഴയ HF ഉണ്ടായിരുന്ന ആ പഴയ വണ്ടി ഉണ്ട്. നമ്മൾ MRGയിലായിരുന്ന സമയത്ത് ടെമ്പററി ഒരു GV ഉണ്ടായിരുന്നു നമുക്ക്. ആ വണ്ടിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ 2.0 ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ MRGക്കും വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചതായിരുന്നു ലാസ്റ്റ് ടൈം. പക്ഷേ അത് പിന്നെ കിട്ടുമോയെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് അല്ലേ പിന്നെ മാരിനോടൊക്കെ സംസാരിച്ച് അതിൻ്റെ ഒരു ബെറ്റർ വേർഷൻ ചെയ്തു തരാൻ പറ്റുമോ എന്നുള്ളതൊന്ന് ചോദിച്ചു നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും നോക്കാം. അതൊന്നും ഇഷ്യൂ ഇല്ല.
GH ചെറുത് മതിയെന്നോ ബ്രോ? വരട്ടെ, ഞാൻ ഒന്നും പറയണില്ല. ഞാൻ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാവും. അതിലേറെല്ലാം മുണ്ടാതെ വായും പൊത്തി നിൽക്കേക്കാരം. ഒക്കെ വരട്ടെ, വരുന്നിട്ട് തരാം, അതായിരിക്കും നല്ലത്. സ്റ്റാലിനോട് ചോദിക്ക്. ഇല്ല, ഞാൻ സ്റ്റാലിനാണോ എന്താ അറിയില്ല. ഞാൻ ഓൾറെഡി ടോമി ആ ടീമിനെ കോണ്ടാക്ട് ചെയ്തിന്. ഒരു ചെയ്തുതരാമെന്ന് പറഞ്ഞു. നല്ല നല്ല സാധനം, ഷെൽബി കസ്റ്റംസ്. നിലവിൽ ഓലെയാണ് കോണ്ടാക്ട് ചെയ്തത്. അപ്പം വണ്ടി നമുക്ക് ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ഒക്കെ ആക്കിയിട്ട് നോക്കാം ഗൈസ്. നമ്മൾ 6x6 ടെമ്പററി ആയിട്ട് ഇറക്കൂല. നമ്മളൊരു ചെറിയൊരു ഗ്യാങ് ഹൗസും 2 GVയും ഒരു ടെമ്പററി 4x4ഉം ടെമ്പററി ലിഫ്റ്റഡ് 4x4ഉം ലോവേഡ് 4x4ഉം അത് ഇറക്കാനാണ് ഇപ്പോൾ നിലവിൽ പ്ലാൻ. നോക്കാം. 6x6 ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തിട്ടില്ല ഞാൻ. സിമയും വിജയിനോട് സ്റ്റാലിൻ വേണ്ട. എടാ, സ്റ്റാലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പണിപ്പണി ഒരുത്തനാ, അല്ലാതെ തമിഴ്നാട്ടിലെ മറ്റേ പ്രതിപക്ഷ നേതാവല്ല സ്റ്റാലിന്. മണ്ടന്മാരെ. DC നോക്ക്. DC ഞാൻ കുറച്ചു നേരം DC നോക്കാം, കുറച്ചു നേരം സിറ്റി കയറും, പിന്നെ ഇന്ന് ഞാൻ അങ്ങനെ ഇറങ്ങും ഗൈസ്. ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുറേ കാര്യങ്ങൾ തീരുമാനമാക്കാണ്ട്. അതിമേലൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് ഇരിക്കാൻ ഇന്ന് തൊട്ടേ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തുമൊക്കും എനിക്ക് ടൈം കിട്ടിയിട്ടുള്ളൂ. ഞാൻ ഇന്ന് PC നമ്മൾ നിലവിൽ 6 PC ആക്കി കണ്ട് കൊടുക്കാനാണ് കരുതിയത്. ഓൾറെഡി 8 PC നമ്മൾ വിചാരിച്ചതിന് 2 പേര് പോയി. അലക്സ് പോയി, മാരി പോയി. അപ്പോൾ ആ 2 PC ഒഴിവാക്കിയിട്ട് ഉള്ളവർക്ക് നല്ല PC ആക്കി കൊടുക്കുക എന്നുള്ളൊരു പ്ലാനാണുള്ളത്. നോക്കാം. ബാക്കിയുള്ള ആൾക്കാർക്ക് എന്തായാലും ചെയ്തു കൊടുക്കണം. ഇൻ ഫ്യൂച്ചർ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ എല്ലാവർക്കും വേണ്ട പോലെയൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടായതുകൊണ്ട് ഇഷ്യൂ ഇല്ല, നമുക്ക് നോക്കാം. ഇക്കോൾ ജെ, താങ്ക് യു ഫോർ ദ 10 കിക്ക് പോയിന്റ്സ്, മീൻസ് ലോട്ട് ബ്രോ. സർപ്രൈസിന്റെ കേസാ പറഞ്ഞത് ബ്രോ. ഞാൻ നാളെ എന്തായാലും, അത് സർപ്രൈസ് ഒന്നും ഇല്ലടാ, ചുമ്മാ ഒരു സിനിമാറ്റിക്സ്. അത് വെറുതെ ചുമ്മാ പറഞ്ഞതാ. അത് പക്ഷെ ആ സിനിമാറ്റിക്സ് ഇന്ന് ഇറക്കാൻ പറ്റില്ല, അതുകൊണ്ട് നാളെ നമുക്ക് ഇറക്കാം എന്തായാലും. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതല്ല കേട്ടോ, വീഡിയോ യൂട്യൂബിലൊന്നും അല്ല, ചുമ്മാ ഒരു ഇൻസ്റ്റഗ്രാം നമ്മളെ റാസ്യൂസിൽ ഇടാനൊരു വീഡിയോ ചുമ്മാ. അതൊരു അപ്പം നെക്സ്റ്റ് ഇയർ. ഇക്രു ഇതുവരെ സീറ്റിൽ കയറിയിട്ടില്ല. ആക്ച്വലി ഇക്രുവിന് മറ്റേ എന്താ പറയുക, എക്സാം ആണ് തോന്നുന്നുണ്ട് അടുത്ത ആഴ്ച. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രഷറുണ്ട് വീട്ടിൽ. ചെക്കനെ ഏതൊക്കെ 1-2 വിഷയത്തിലൊക്കെ പൊട്ടിയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാമോ സപ്ലിയോ അങ്ങനെ എന്തോ ആണ്. അപ്പം ഇനി കമ്പ്യൂട്ടർ മരുന്ന് കഴിഞ്ഞാൽ മണ്ട അടിച്ച് പൊളിച്ചു എന്നിട്ട് പെരിന്ന് പറയണം. അപ്പോൾ അതുകൊണ്ട് എക്സാം ആയതുകൊണ്ട് പഠിപ്പാണ്. പഠിക്കട്ടെ, ചെക്കൻ പഠിക്കട്ടെ, മോണിറ്ററിങ് അല്ലേ. ഈക്വൽ ചെയ്ത് താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ ദ അനദർ 10 കിക്ക് പോയിന്റ്സ്, മീൻസ് ലോട്ട്. വരും എല്ലാവരും ഗൈസ്, വരും. ഗ്യാങ് വൺസ് ഫോം ആവട്ടെ, ഫോം ആയിട്ടൊക്കെ എല്ലാവരും തിരിച്ച് കയറിക്കോളും. എനിക്കും സപ്ലൈ അടിച്ചുമായിരുന്നു. പഠിച്ചണേ, പഠിച്ചാൻ വിടുന്ന സമയത്ത് പഠിച്ചണം. അപ്പം ഇങ്ങനെ മണി തെറിഞ്ഞ് അവിടെ ഇങ്ങനെ ക്ലാസ് റൂമിൽ ഇരുന്നാൽ തോൽക്കും. അല്ലെങ്കിൽ